ഗൂഗിൾ, ഇസബെല്ലയുടെ മരണം നിങ്ങളെ ബാധിക്കാതിരുന്നത് ഞാനുള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കറിയോ, സച്ചേട്ടൻ എന്റെ പ്രാണനാ. ഭർത്താവിന്റെ സ്ഥാനത്ത് സച്ചേട്ടൻ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. എന്നോട് നീ കള്ളം പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഈശ്വര, രാജീവ് ശിശിരേച്ചിയോട് എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ മുഖത്ത് വെപ്രാളം കണ്ടാൽ അറിയാം നീ എന്തോ ഒളിക്കുന്നുണ്ടെന്ന്. ഞാൻ എന്തോ ഒളിക്കാൻ? എനിക്കൊന്നും ഒളിക്കാനോ മറക്കാനോ ഇല്ല. പിന്നെ എന്തിനാ രാജീവേട്ടൻ നിന്റെ പിന്നാലെ വന്നത്? എന്റെ പിന്നാലെയോ? ദേ ശിശിരേച്ചി, വെറുതെ അനാവശ്യം പറയല്ലേ. പിന്നെ എന്തിനാടി നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ രാജീവേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? നീ വന്നപ്പോ തിരിച്ചു വരികയും ചെയ്തു. ഇതിൽ നിന്ന് ഞാൻ എന്ത് വിചാരിക്കണം? സത്യം പറയടി, രാജീവേട്ടൻ നിന്റെ കൂടെ അമ്പലത്തിൽ വന്നിരുന്നോ? എന്താടി മിണ്ടാത്തെ? രാജീവൻ എന്തിനാ എന്റെ പിന്നാലെ അമ്പലത്തിലേക്ക് വരുന്നേ? കള്ളം പറയേണ്ട സമൃദ്ധേ, നിങ്ങൾ രണ്ടുപേരും കൂടി എന്തോ ഒളിച്ചുകളിയുണ്ട്. കുറച്ച് നാളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോഴുള്ള ചില നോട്ടങ്ങളും ഇടയ്ക്ക് നിന്നെ പുകഴ്ത്തലും സ്വന്തം കൂടപ്പിറപ്പാണെന്ന് പറയുന്നതും, ഇതിലൊക്കെ എന്തോ ഒരു രഹസ്യമുണ്ട്. പറയടി, നിനക്ക് രാജീവേട്ടനിടയിൽ എന്ത് രഹസ്യം ഉള്ളത്? ദേ അനാവശ്യം പറഞ്ഞത് മതി. നിങ്ങളുടെ ഈ വില കുറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി തരാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. രാജീവ് എനിക്കെന്റെ കൂടെ പിറന്ന സഹോദരനെ പോലെ തന്നെയാ. ശിശിരേച്ചെന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും പറയിപ്പിക്കരുത്, മനസ്സിലായോ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ രാജീവിനോട് പറയാം. ഇവിടെ എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് തന്നെ ചോദിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? ഇപ്പൊ തന്നെ ഞാൻ രാജീവിനോട് ചോദിക്കാം. സമൃദ്ധേ, എന്താ സമൃദ്ധ ഇത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെ ചൂടാവണോ? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും... അല്ല, അങ്ങനെയൊന്നും അല്ല. സോറി, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ശിശിരേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് പ്രശ്നം തന്നെയാ. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഒന്ന് പതുക്കെ. ഞാൻ സോറി പറഞ്ഞല്ലോ, പിന്നെന്താ? ചേച്ചി പുറത്തേക്ക് ഇറങ്ങ്, എനിക്ക് അല്പം സ്വസ്ഥത വേണം. ഇവക്കിതെന്തു പറ്റി? പൂച്ചയെ പോലെ ഇരുന്നവൾ ഇങ്ങനെ പുലിയെ പോലെ ചാടണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ വലിയ രഹസ്യമുണ്ട്. ഇത് ഞാൻ വെറുതെ വിടില്ല. ദൈവമേ, ഇനി എത്ര നാള്, എത്ര പേരോട് ഞാനിങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കും? ഓരോ കള്ളവും എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണല്ലോ. ഇനി എനിക്ക് വയ്യ. ഇതിനിയും തുടർന്ന ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോവും. ഗൂഗിളിനോട് എല്ലാം തുറന്നു പറയാം, അതാ നല്ലത്. ഇനി ആരെയും ഭയന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. അവന്തിയുടെ കളികൾ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഞാൻ സച്ചേട്ടനിലേക്ക് തിരിച്ചു പോവുക എന്നത് തന്നെയാണ്. എൻ്റെ മോളും ഞാനും സച്ചേട്ടനും ആ പഴയ ജീവിതം തന്നെ മതി എനിക്ക്. സച്ചേട്ടനിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുമ്പോഴും ഗൂഗിളിന്റെ മുഖം എന്നെ പിന്നോട്ട് വലിക്കുകയാണല്ലോ ഈശ്വര. 10 വർഷം എന്നെ ഓർത്ത് ഭ്രാന്ത് പിടിച്ച് നടന്ന സച്ചേട്ടൻ ഒരു വശത്ത്, അതേ 10 വർഷം എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എന്നെ സ്നേഹിച്ച് സംരക്ഷിച്ച ഗൂഗിള് മറുവശത്ത്. ഗൂഗിൾ, ഇസബെല്ലയുടെ മരണം നിങ്ങളെ ബാധിക്കാതിരുന്നത് ഞാനുള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കറിയോ, സച്ചേട്ടൻ എന്റെ പ്രാണനാ. ഭർത്താവിന്റെ സ്ഥാനത്ത് സച്ചേട്ടൻ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഞാൻ എന്ത് ചെയ്യും ഗൂഗിൾ?
ആത്മസങ്കടം അനുഭവിക്കുന്നതിനേക്കാളും നല്ലത് ഈ നിമിഷം ഹൃദയം പൊട്ടി ഞാൻ മരിക്കുന്നത്. ആരുടെയും കണ്ണുനീര് എനിക്ക് കാണാൻ വയ്യ. ഇങ്ങനെ പോയി എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്റെ ദൈവമേ, എനിക്കൊരു വഴി പറഞ്ഞതാ. ഇങ്ങനെയാ പൊന്നു തൂക്കേണ്ടത്, മനസ്സിലായോ? സർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഇരിക്കേ, ജോലി നടക്കട്ടെ. ഇതും ഒരു നീ നോക്കിക്കോ, ഞാനിപ്പോ വരാവേ. ആതിരെ, ആ, എന്താ ചേച്ചി? സാറ് നിന്നോട് അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നോടോ? എന്തിന്? അത് ചെന്നാലല്ലേ അറിയൂ. നീ അത് മായ ഏൽപ്പിച്ചിട്ട് അകത്തേക്ക് ചെല്ല്. മായേ, നീ അത് ഡീൽ ചെയ്യേ. ശരി ചേച്ചി, താൻ പൊയ്ക്കോ, ഞാൻ നോക്കിക്കോളാം. ചേച്ചി വരുന്നില്ലേ? നിന്നെയല്ലേ വിളിച്ചത്, നീ ചെല്ല്. ചെല്ല്. ആ. മേ കമൻ സർ? ഇതെന്തോന്ന് ചോദ്യം കൊച്ചേ? കേറി വാ. എന്റെ മുറിയിലേക്ക് കയറി വരാൻ കുട്ടിക്ക് ഒരു അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. സ്വന്തം മുറി പോലെയാ.